ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവിശ്വാസി ആര് എന്ന് ചോദിച്ചപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ അവതരണമാണ് സത്യവിശ്വാസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നൽ മുഅ്മിന ഹയ്യിനുൻ ലയ്യിനുൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ മൃദുല സ്വഭാവക്കാരനും വളരെ ലോലഹൃദയനുമായിരിക്കും ഒരു സത്യവിശ്വാസി. സങ്കടം കേട്ടാൽ കൂടെ കരയുന്ന അത്ര കണ്ട് മൃദുലമായ സമീപനമുള്ളവനാണ് സത്യവിശ്വാസി. മുഅ്മിനീങ്ങളുടെ എല്ലാ വിശേഷണങ്ങളിലേക്കും അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹൃദയത്തിന്റെ കാഠിന്യത കൊണ്ട് സത്യവിശ്വാസത്തിൽ പലർക്കും ഭംഗം വന്നിരിക്കുകയാണ്. ഈമാൻ പലയിടങ്ങളിലും ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹൃദയത്തിന് കാഠിന്യത വന്നത്? മനുഷ്യ ജീവിതം അങ്ങനെയായിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഹൃദയത്തിൽ കറുത്ത അടയാളങ്ങൾ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ കറുത്ത ഒരു പുള്ളി അവന്റെ ഹൃദയത്തിൽ വന്ന് വീഴുകയാണ്. എത്ര കണ്ട് തെറ്റുകൾ ആവർത്തിക്കുന്നുവോ വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് കറുത്ത പുള്ളികളും അവന്റെ ഹൃദയത്തെ കീഴടക്കാം. അവസാനം ആ ഹൃദയം ഒരു കരിക്കട്ട പോലെ ആകാം. ഖുർആൻ ഈ വിഷയം നമ്മുടെ മുന്നിൽ പറയുന്ന ആയത്ത് തന്നെ എടുത്ത് ഉദ്ധരിച്ച് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് തന്നെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നെ പറഞ്ഞു. ഹൃദയത്തിലേക്ക് പാപങ്ങളുടെ കറ ഓരോ തെറ്റുകളുടെ കൂടെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്റെ നിങ്ങളുടെയും ഹൃദയത്തിന്റെ ആ വലിയ പാപക്കറയെ കഴുകിക്കളയുന്ന ഒരു മഹത്തായ അമലുണ്ട്. ആ അമല് നമ്മളിൽ ഉണ്ടാവാതെ, ഹൃദയത്തിന്റെ പാപക്കറ കഴുകിക്കളയാതെ നമുക്ക് കലിമ ഉച്ചരിച്ച് മരിക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഹൃദയത്തിന്റെ കറ കളയാൻ പറ്റിയ ഒറ്റമൂലി നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയത്തിന്റെ കറ കളയുന്ന രണ്ട് കാര്യങ്ങൾ. ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഹദീസ് പറയുന്നുണ്ട്. മനുഷ്യരുടെ ഹൃദയം അത് ഇരുമ്പിൽ ഈർപ്പമെത്തിയാൽ ഇരുമ്പിന് തുരുമ്പ് കയറുന്ന പോലെ മനുഷ്യരുടെ ഹൃദയത്തിന് പാപക്കറ കൊണ്ട് തുരുമ്പ് പിടിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിൽ ഇരുമ്പ് കാഞ്ഞെടുത്താൽ അതിന്റെ തുരുമ്പിന്റെ കറയും തുരുമ്പിന്റെ അംശവും കളയാൻ നിശേഷം ഞങ്ങൾക്ക് സാധ്യമാണ്. പക്ഷേ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ഹൃദയത്തിന്റെ കറ എങ്ങനെ കളയും നബിയെ? രണ്ട് മാർഗ പറഞ്ഞത്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം, തനിച്ചിരുന്നുള്ള ഖുർആൻ പറയണം. സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവിതത്തെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഖുർആൻ പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, ഹൃദയത്തിന്റെ കറ കളയാൻ പറ്റിയ രണ്ടാമത്തെ കാര്യം സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ. ആദ്യം പറഞ്ഞതിനെ നമുക്കൊന്ന് വിശദീകരിക്കാം. സ്വന്തമായ ഖുർആൻ പാരായണം മാത്രമല്ല, സ്വന്തമായി ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ തന്നെയാണ് മറ്റൊരാൾ പാരായണം ചെയ്യുന്നത്. കേട്ടിരുന്നാലും നമ്മുടെ ഹൃദയത്തിന്റെ പാപക്കറ പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ തന്നെ വന്നത് ഈ ഹൃദയത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹൃദയത്തെ നന്നാക്കാനാ ഖുർആൻ വന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗവും അതിനു വേണ്ടിയിട്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പറയുന്നുണ്ടല്ലോ. ഖലീലുല്ലാഹി തങ്ങൾ ദുആ ചെയ്തത് എന്തിനാ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെയും ഏകദേശം 2600 കൊല്ലം മുന്നേ മുൻകടന്ന ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്താണ്. ആ പ്രാർത്ഥന കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ ربنا واجعلنا مسلمين لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم
റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്തുൽ ബഖറ. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പടവുകൾ പടുത്തുയർത്തുമ്പോൾ ആ സൂര്യതാപത്തിൽ വിയർത്തൊലിക്കുന്ന ശരീരം സാക്ഷിയാണ്. കഅബയുടെ നാൽക്കെട്ടുകൾ സാക്ഷിയാണ്. ഖലീലുല്ലാഹി തങ്ങളുടെ കണ്ടനാളത്തിൽ നിന്നും അടർന്നു വീണ പ്രാർത്ഥനയുടെ മന്ത്രത്തിന് ഖുർആന്റെ ആയത്തുകൾ സാക്ഷിയാണ്. മഹാനവറുകൾ ദുആ ചെയ്തു. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, കഅബ ശരീഫിന്റെ പടവുകൾ ഉയർത്തി ഉയർത്തി വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും അവിടെ വെച്ച് ദുആ ചെയ്യാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ച റബ്ബേ, ഈ ദൗത്യം നീ സ്വീകരിക്കണേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക. നീ എന്ത് പറഞ്ഞാലും അക്ഷരത്തിലും അർത്ഥത്തിലും അനുസരണയുള്ളവരായി ഞങ്ങളെ നീ മാറ്റണേ. മാത്രവുമല്ല വഅരിനാ മനാസികനാ. ശറഇന്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണേ. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ. സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി തുടർന്നുള്ള ആയത്ത് കേട്ടോ. തുടർന്നുള്ള ആയത്ത് ഖുർആന്റെ ലക്ഷ്യം എന്താണെന്നുള്ള, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം എന്താണെന്ന് പറയുന്നത്. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, ഈ ജനതയിലേക്ക് ഒരു നബി വരണം അല്ലാഹ്. ആ ജനതയിലെത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നേരത്തെയുള്ള ഒരു പ്രാർത്ഥന. ആ വരവിനെ കൊതിക്കുന്ന ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ഇബ്രാഹിം നബി ഒപ്പം നിന്ന് നടത്തിയ പ്രാർത്ഥന. ആ റസൂൽ അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യത്ലൂ അലൈഹിം ആയാതിക. നിന്റെ ഖുർആനിനെ, നിന്റെ തിരുവചനങ്ങളെ തിലാവത്ത് നടത്തും ആ മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആ നബി അവിടെ ഇരുന്ന് അങ്ങ് ഓതിയാ മതി. തലായത്തിലും അങ്ങനെയാണ് അതിനർത്ഥം. തനിച്ചിരുന്ന് ഓതിയാ മതി. അത് തന്നെ വയുഅല്ലിമുഹുമുൽ കിതാബ. അവിടെ ഒരു പഠനം തന്നെ നടക്കാണ്. ഖുർആന്റെ പഠനം എവിടെയാ നടക്കാത്തത്? 1975 കാറ്റ് സ്റ്റീവൻസ് ഇസ്ലാമിൽ വന്ന് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരൊറ്റ വചനത്തെ പഠിച്ചതാണ്. അയാൾ ചൈനയിലുള്ള 100ഓളം മതങ്ങൾ സ്വീകരിച്ചിട്ടും ഹൃദയത്തിന് സമാധാനം കിട്ടാതെ മാനസിക നില തെറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോ വൈകുന്നേരത്തെ ചെറുകടി ചായയോടൊപ്പം കൊണ്ടുവരപ്പെട്ടപ്പോൾ അത് പൊതിഞ്ഞു കൊണ്ടുവന്ന എണ്ണ പുരണ്ട കടലാസ് കഷ്ണം ഒന്ന് വായിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഏതോ ഒരു പരിഭാഷയിൽ റഹ്മാൻ റഹീം എന്ന 2 വാക്കുകളെ വിശദീകരിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളാ കണ്ടത്. അത് കണ്ടതോടുകൂടെ സമനില തെറ്റിയ മാനസികാവസ്ഥയ്ക്ക് പെട്ടെന്നതാ ഒരു സ്വാന്തനം സിദ്ധിച്ച പോലെ അദ്ദേഹം നോർമലിൽ എത്തി. പിന്നെ ഖുർആൻ പഠിച്ചു, മുസ്ലിമായി. ആ രീതിയിൽ മനുഷ്യന്മാര് ഇസ്ലാമിന്റെ ശാന്തതീരത്തേക്ക് എത്തുന്നു. തമിഴ്നാട്ടിലെ മീനാക്ഷി നഗർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് അവർ റഹ്മത്ത് നഗർ എന്ന് പോലും നാടിന് പേര് നൽകി എല്ലാവരും മുസ്ലിമായ ചരിത്രം വായിക്കാനുണ്ട്. എല്ലാവരും സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ട് മനസ്സിൽ നന്മ കയറിയതാ. ഖുർആൻ കേട്ടാലും മതി. നമ്മൾ സ്വന്തം ഇരുന്ന് പാരായണം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ അവിടെ പാരായണത്തോടൊപ്പം നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്നുണ്ട്. അതന്നെ നമ്മൾ ആദ്യം പറഞ്ഞത്. തലായത്തുലു എന്നതിന്റെ അർത്ഥം സ്വന്തം ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ടുള്ള തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. അത് മറ്റുള്ളവർ കേട്ടാലും അവിടെ ഖുർആന്റെ പഠനം നടക്കുന്നുണ്ട്, തസ്കിയത്ത് നടക്കുന്നുണ്ട്. നോക്കിക്കോ ആയത്തിന്റെ ബാക്കി, വയുസക്കീഹിം. ആ ഖുർആൻ പാരായണം കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ സംസ്കരിക്കുന്നു, അവരുടെ ഹൃദയത്തിന്റെ കറകൾ കളയുന്നു. ഇങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു നബിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ പ്രാർത്ഥന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തി. ഈ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി എന്ന വിശേഷം പറയുന്നത് സൂറത്ത് ആല ഇമ്രാനിലുണ്ട്. അൽ ബഖറയിലെ ആയത്ത്
ഈ പ്രവാചക ദൗത്യത്തിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഒരു ജനതയെ സമുദ്ധരിക്കുന്ന നബിയെ കുറിച്ച് ആ നബിക്ക് വേണ്ടിയുള്ള ദുആ. സമുദ്ധാരണം നടക്കുന്ന ഖുർആന്റെ ആയത്തുകൾ കേൾക്കുന്ന സമൂഹത്തിലൂടെ ആ ദുആന്റെ ഉത്തരം അല്ലാഹു ചെയ്തു എന്ന് പറയപ്പെടുന്നത് തൊട്ടടുത്ത അധ്യായം സൂറത്ത് ആലു ഇമ്രാൻ. അതുപോലെ തന്നെ സൂറത്തുൽ ജുമുഅയിലും ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലാഹു നൽകി എന്ന മറുപടി കൊടുക്കുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ആലു ഇമ്രാനിന്റെ 164-ാമത്തെ ആയത്ത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഗുണം ചെയ്തു. എപ്പോഴാ ഗുണം ചെയ്തത്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകത്വ നിയോഗമുണ്ടായപ്പോൾ ആ പ്രവാചകത്വ നിയോഗത്തിന്റെ ലക്ഷ്യം എന്തായ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓതിക്കേൾപ്പിക്കുന്ന നബിയാണ്. അവർക്ക് മേൽ ഓതിക്കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ ബോധ്യപ്പെടുത്തി ഓതിയത് അവർ പലപ്പോഴും കേട്ടു. തിലാവത്തിന്റെ സുജൂദ് വന്നപ്പോൾ അവിടുന്ന് സുജൂദിലേക്ക് പോയപ്പോൾ എല്ലാവരും സുജൂദും ചെയ്തു. ഒരു സന്ദർഭത്തിൽ ആ സുജൂദിന്റെ വേളയിൽ ഒരാൾ സുജൂദ് ചെയ്യാതെ എഴുന്നേറ്റ് നിന്നു. അറേബ്യൻ സാഹിത്യ നഭോമണ്ഡലത്തിലെ മുടിചൂടാ മന്നൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ വലീദ് ഇബ്നു മുഗീറ സുജൂദിൽ പങ്കെടുത്തിട്ടില്ല. ആ ഭാഗ്യം പോലും അയാൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേട്ടിരുന്നവർ യാന്ത്രികമായി ഇത് അനുകരിച്ചു പോയി. അത്രത്തോളം ഹൃദയത്തെ കീഴടക്കുന്ന പാരായണം കൊണ്ട് ഒരു ജനതയെ സമുദ്ധരിച്ചു. സ്വന്തം വ്യക്തിത്വത്തിന്റെ പ്രഭാവം നിലനിർത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും നമ്മുടെ മനസ്സിങ്ങനെ കല്ല് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം കടുപ്പം പിടിച്ചിരിക്കുമ്പോ, കല്ലിൽ തന്നെ ഖുർആൻ പറയുന്നത് എത്രയോ മൃദുലമായ സ്വഭാവത്തിൽ മനുഷ്യന്റെ കൽബിനേക്കാളും കല്ലിന് എത്രയോ സരളമായ ഒരു ഭാഷയുണ്ട്. കല്ലെങ്ങനെയാ? നമ്മുടെ മനസ്സിനേക്കാളും ലളിതമാണ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يكبت من خشية الله وما الله بغافل عما تعملون. സൂറത്തുൽ ബഖറ. കല്ലുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഹൃദയം കടുപ്പമായി, അത് കല്ലിനേക്കാളും കടുപ്പമായി ഖുർആൻ പറയാണ്. അത് നമ്മുടെയൊക്കെ ഹൃദയമായിരിക്കും. പാപക്കറ വന്നിട്ട് അങ്ങോട്ട് കടുപ്പം പിടിച്ചുപോയി, അലിയണില്ല. അല്ലാന്ന് കേട്ട അലിയാത്ത ഹൃദയമാണ് നമ്മുടേത്. പാപക്കറ ഇങ്ങനെ വന്നു കൂടിയിരിക്കാം. അതൊന്ന് തെളിച്ചെടുക്കണ്ടേ? അതൊന്ന് തെളിഞ്ഞാലല്ലേ ഈമാൻ കയറൂ. അവിടെ കയറുന്ന ഈമാനല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിൻ തുമ്പിലൂടെ പൂത്തുലയോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് നന്നാക്കി എടുക്കണ്ടേ? നമ്മൾ താമസിക്കുന്ന പുരയിടത്തിന്റെ അകത്ത് വൃത്തികേടുകളായാൽ ഏതെങ്കിലും ഒരു ദിവസം നല്ലോണം ഒന്ന് കിടന്നുറങ്ങാൻ അത് നമ്മളൊന്ന് വൃത്തിയാക്കൂലോ? എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറിയിരിക്കേണ്ട ഈമാൻ എന്ന വെളിച്ചം കയറാൻ അവിടെ ആകെ പൊടി പിടിച്ച് പാപക്കറ പിടിച്ച് വൃത്തികേടായി കിടക്കുക. അതൊന്ന് നന്നാക്കാനുള്ള വഴിയാടോ? ഇതൊന്ന് കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഖുർആൻ പാരായണം നടത്തുകയും നടത്തലോടുകൂടെ സ്വന്തം ശരീരം കേൾക്കുകയും വേണം. അപ്പൊ നമ്മൾ നന്നാവും. അതിങ്ങനെ കേട്ടാൽ ഞാൻ സാന്ദർഭികമായി പറയാം, സ്വാലിഹീങ്ങളായ മക്കളെ ഉദ്ദേശിക്കുന്ന ഗർഭവതികളായ സഹോദരിമാരവരുടെ 4-ാം മാസം മുതൽക്ക് ഖുർആൻ അങ്ങ് കേൾക്കണം. ഹറാമായ ശബ്ദം കേൾക്കല്ലേ. കുഞ്ഞ് പിറന്ന് വീണാലും ആ കുഞ്ഞ് ഉറക്കമായിരിക്കും. മിക്കവാറും 18 മണിക്കൂറോളം ഉറങ്ങും ആദ്യ സമയങ്ങളിൽ കുട്ടികൾ. അപ്പോഴും ഒരു ഓഡിയോ ശബ്ദം ഖുർആൻ പാരായണം ഇങ്ങനെ അവർ കേൾക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിന്റെ കാഠിന്യതൊക്കെ പോയി ഈമാൻ അങ്ങ് കയറും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ കല്ലിനേക്കാളും കടുപ്പമാണ്. ഔ അശദ്ദു ഖസ്വ, കല്ലിനേക്കാളും നിങ്ങളുടെ ഹൃദയം പാപം പുരണ്ടിങ്ങനെ കറ പിടിച്ച് കടുപ്പം കയറി
കല്ലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ കല്ലിനെ കുറിച്ച് പറയാ പഠിച്ചാൽ കല്ലിനെ കുറിച്ച് ഒരു ദിവസം തന്നെ നമുക്കൊരു വിഷയം പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്ലിനെ കുറിച്ച് നമ്മുടെ പ്രമാണങ്ങൾ ഖുർആൻ ഹദീസ് എത്രയാ പറഞ്ഞത്? കല്ലിന്റെ വിവേകത്തെ കുറിച്ച്, കല്ലിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും ഖുർആൻ വർണ്ണിക്കുന്നുണ്ട് കല്ലിനെ കുറിച്ച്. ഈ ഒരു ഒറ്റ ആയത്തിൽ തന്നെ നോക്കിക്കോട്ടോ. കല്ല് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത കല്ലിന്റെ സ്വഭാവം കേട്ടോ. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. ചില കല്ലുകളിൽ നിന്നും നദികൾ തന്നെ പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഖുർആൻ. ഒരു നദിയല്ല, കുറെ നദികൾ തന്നെ പുറപ്പെടും വിധം ചില കല്ലുകൾ ജലസംഭരണിയായി ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ. അങ്ങനെയുണ്ട്. BC 1600 സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചു. വൈദിസ്തസ്ഖാ മൂസ ലിഖൗമിഹി ഫഖുൽന ളിരിബ് ബിഅസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐന ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരൊറ്റ അടി കൊണ്ട് പാറ പൊട്ടി, ആ പാറയിൽ നിന്നും 12 പുഴകൾ വന്നു എന്ന് ഖുർആൻ. ആ പാറക്കല്ലിന് ഒരു മനുഷ്യ ശിരസിന്റെ വലിപ്പമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു അത്ഭുതമായി. കല്ല് അത്രയും 12 പുഴകളൊക്കെ പൊട്ടിപ്പുറപ്പെടും വിധം ഒരു കല്ലിൽ അത്ഭുതത്തിന്റെ ജലസംഭരണി ഉണ്ടാകും എന്ന് ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ അതേക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കല്ലിന്റെ പ്രത്യേകത അങ്ങനെയാകുമ്പോൾ, ഈ കല്ലിനെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ, കല്ലിനേക്കാളും കടുപ്പമാണ് നമ്മുടെ മനസ്സെന്നാ പറയുന്നത്. കല്ലിനേക്കാളും കടുപ്പമാണ് നമ്മുടെ മനസ്സ്. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. പുഴകൾ പൊട്ടിപ്പുറപ്പെടും വിധം അത്രയ്ക്കും ജലസംഭരണി, കണ്ണുനീര് സംഭരിച്ച കല്ലുകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ. പിളർന്നിട്ടതിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന കല്ലുകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന കല്ലുകൾ അല്ലാഹുവോടുള്ള ഭയം കൊണ്ട് താഴേക്ക് ഉരുണ്ടിറങ്ങി വരുന്നവയുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു അശ്രദ്ധയിലല്ല, അല്ലാഹു എല്ലാം കാണുന്നുണ്ടെന്ന് ഖുർആൻ. അല്ലാഹു നമ്മെ നന്നാക്കട്ടെ. കല്ലൊക്കെ പൊട്ടിത്തെറിച്ച് ചിതറിപ്പോവും. ഖുർആൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ കല്ലിന്റെ കടുപ്പം പോവും. എന്നാലും മനുഷ്യന്റെ ഹൃദയത്തിന്റെ കടുപ്പം അതിനപ്പുറം. കാരണം പാപക്കറയാണ്. കല്ലിനേക്കാളും കടുത്തുപോയ എല്ലാരും ചൊല്ലണു കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഒരു പാട്ടുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കരിങ്കല്ലാണ്, കരിങ്കല്ലൊന്നുമല്ല, അതിലപ്പുറം കല്ല് പൊട്ടും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് പർവ്വതം തന്നെ പൊട്ടിത്തെറിക്കുമെന്ന് ഖുർആൻ. പർവ്വതം തന്നെ പൊട്ടിത്തെറിക്കും. അത്രത്തോളം ഈ കടുപ്പങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് ചിതറിപ്പോകും വിധം ഖുർആൻ ഇടപെടുന്നോടത്താണ് ഈ പർവ്വതങ്ങളെക്കാളും കല്ലിനേക്കാളും കടുപ്പമുള്ള നിന്റെ മനസ്സിനെയും നന്നാക്കാൻ ഈ ഖുർആൻ തന്നെ പറ്റൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ കൊണ്ട് തന്നെ പറ്റുകയുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താ? ഖുർആൻ പറഞ്ഞത് നോക്കിക്കോട്ടോ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മൂമിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് കേട്ടാൽ ഹൃദയം പടക്കുന്നവരായിരിക്കും. അങ്ങനൊരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ പാരായണം ചെയ്യുന്നത് അവർ കേട്ടാൽ സാദത്ഹും ഈമാന. ഈമാനങ്ങ് കൂടും, അമൽ ചെയ്യാനുള്ള കൊതി കൂടും, ആ നല്ല നല്ല പ്രവർത്തനങ്ങളിലേക്ക് താല്പര്യം വരും. അള്ളാഹു അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് മൂമിനിന്റെ സ്വഭാവം. ഖുർആൻ പാരായണം കേൾക്കണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമായിരുന്നു എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇന്ന് പറയുന്നു അവിടുന്ന് പാരായണം കേൾക്കുമായിരുന്നു. അവിടുന്ന് പാരായണം കേൾക്കും.
ആര് പാരായണം ചെയ്തു കൊടുക്കും? സ്വഹാബികളിലെ പ്രമുഖനായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആദ്യകാലങ്ങളിൽ മുസ്ലിമായ സഹാബി, മിൻ ഖവാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടക്കാരനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉയരം കുറഞ്ഞ മനുഷ്യൻ, പരിശുദ്ധ മദീനയിലേക്ക് ഹിജറ പോയ മഹാൻ, കൂഫയിൽ പിൽക്കാലത്ത് ഗവർണറായിരുന്ന മഹാൻ, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വഫാത്തായ മഹാൻ, ജന്നത്തുൽ ബഖീഇലുണ്ട്. ഖബർ അല്ലാഹു സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ മരണപ്പെട്ട മഹാൻ, മരണത്തിന്റെ നേരത്ത് ദാരിദ്ര്യം ഭയന്നിരുന്ന ആ സമൂഹത്തിന്റെ മുന്നിൽ ദാരിദ്ര്യത്തെ പേടിക്കേണ്ടതില്ല, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറുമെന്ന് തന്റെ പെൺമക്കളുടെ ജീവിതത്തിലൂടെ ലോകത്തിന് പാഠമാക്കിയ മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൊച്ചു മോന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ആ മോനെ വിളിച്ചിട്ട് ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ പറയും. അവിടുന്ന് കേട്ടിരിക്കും. ഒരു ദിവസം വിളിച്ചു. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനവറുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇഖ്റാ അലയ്യ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ, നീ എന്റെ മുന്നിൽ ഒന്ന് ഖുർആൻ പാരായണം ചെയ്തേ, ഞാനൊന്ന് കേൾക്കട്ടെ. മറ്റൊരാൾക്ക് പാരായണം ചെയ്ത് കൊടുക്കുന്നോടത്ത് ഖറഅ യഖ്റഉ ഇഖ്റഅ എന്ന പ്രയോഗം, സ്വന്തം ശരീരത്തെ ബോധ്യപ്പെടുത്തുന്നോടത്ത് തലായത്തുൽ തിലാവത്ത് എന്ന പ്രയോഗം. മോനെ, നീ ഒന്ന് പാരായണം ചെയ്തേ, ഞാൻ കേൾക്കട്ടെ. ഖുൽതു, ഞാൻ ചോദിച്ചു, നബിയെ, അഖ്റഉ അലൈക, ഈ ഉള്ളവൻ അങ്ങേക്ക് പാരായണം ചെയ്തു തരണമെന്നോ? വഅലൈക ഉൻസില, അങ്ങ് ഇഖ്റഅ ബിസ്മിയുടെ നായകരല്ല നബിയേ, അങ്ങേക്ക് ഞാൻ പാരായണം ചെയ്തു തരണോ? ഖാല ഇന്നി അസ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാള് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാ മോനെ. ഞാൻ അങ്ങനെ പാരായണം തുടങ്ങി. സൂറത്തുൻ നിസാ പാരായണം ചെയ്തു. ഏകദേശം അതിന്റെ ആയത്തുകളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിലേക്ക് ഞാൻ എത്തി. 40 ആയത്തും ഹബീബ് നിശബ്ദമായി കേട്ടിരുന്നു, സശ്രദ്ധം കാതുകോർത്തു. 41-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ മഹ്ശറയാണ് പറയുന്നത്, അമ്പിയാക്കളെ വിചാരണ ചെയ്യുന്നതാണ് പറയുന്നത്. അമ്പിയാക്കളെ വിചാരണ ചെയ്യുന്നത് പറയുന്ന രംഗമാണ് സൂറത്തുൽ നിസാഇന്റെ 41-ാമത്തെ ആയത്ത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. ഈ ആയത്ത് അങ്ങയെ ഈ ജനതയുടെ സാക്ഷിയായി വിസ്തരിക്കുമെന്ന പ്രയോഗം അങ്ങ് കേട്ടതോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബനോട് പറഞ്ഞു, ഫഖാല ലീ അംസിക്, മോനെ നിന്റെ പാരായണം ഒന്ന് നിർത്തിയേ. അള്ളാഹുവിന്റെ ഹബീബ് ഖുർആൻ പാരായണം നിർത്താൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫറഅയ്തു ഐനൈഹി തദ്റുഫാനി, 2 കണ്ണുകളും ഒലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന് ആ ഭാഗ്യം ഉണ്ടായിരുന്നു, ഹബീബിന് ഓതി കൊടുക്കാനുള്ള ഭാഗ്യം. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും സിദ്ദീഖ് തങ്ങളും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് മുസ്ലിമീങ്ങളുടെ പൊതുകാര്യം പറയുമ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരാണ് സംസാരിക്കുന്നത്, ഞാൻ കേട്ടിരിക്കുന്നു. അങ്ങനെ ആ സദസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഹബീബിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോരാണ്. പരിശുദ്ധ മക്കയിലെ പള്ളിയുടെ പരിസരത്തതാ, ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ മദീനത്തെ പള്ളിയാവാം. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഇങ്ങനെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തു വരുമ്പോൾ കാൽപെരുമാറ്റങ്ങൾ നിലച്ച രാത്രിയുടെ യാമങ്ങളിൽ അതാ പള്ളിയിൽ ആരോ നിസ്കരിക്കുന്ന കണ്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അവിടെ ഒന്ന് നിശ്ചലമാവണം, ഒരു ഖുർആൻ പാരായണത്തിന്റെ ഇമ്പമാർന്ന ശബ്ദം കേൾക്കുന്ന നിശ്ചലമാവണം. ഞങ്ങൾ നിശ്ചലമായ അവിടത്തോടൊപ്പം. ആ സമയത്ത് ഹബീബ് യസ്തമിഉ ഇലൈഹി, അങ്ങോട്ടിങ്ങനെ ശ്രദ്ധിച്ച് വളരെ താല്പര്യത്തോടുകൂടെ കേട്ടിരിക്കാണ്. പോണ വഴിയിൽ കേട്ടതാണ്. ആ ഖുർആൻ പാരായണം അത്രയും രസമുണ്ടായിരുന്നു കേൾക്കാൻ. കേട്ടു.
അത് പൂർണ്ണമായും കേട്ടു. എന്നിട്ട് അങ്ങോട്ട് നീങ്ങി. എന്നിട്ട് ഞങ്ങളോട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, സുമ്മൽതഫത ഇലൈന, ഞങ്ങളിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ചോദിക്കാണ്, മൻ സറഹു അൻ യഖറഅൽ ഖുർആന റതബൻ കമാ നുസില, വഹ്യ് ജിബ്രീൽ ഓതിത്തരുന്ന പോലെ തന്നെ കേൾക്കണമെങ്കിൽ, വഹ്യ് ഇറങ്ങിയപ്പോൾ കേട്ട ഖുർആന്റെ പാരായണം എങ്ങനെയോ അതുപോലത്തെ ഒരു പാരായണം കേൾക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫൽയഖറ അലാ ഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദ്, ഇബ്നു ഉമ്മി അബ്ദ് എന്ന് ജനങ്ങൾ വിളിക്കുന്ന മഹാനായ ഇബ്നു മസ്ഊദ് ഓതുന്ന പോലെ ഓതാ. അത് കേട്ടാൽ ജിബ്രീലിന്റെ പാരായണം പോലെ എന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം അവിടുന്ന് ഇഷ്ടപ്പെട്ട പാരായണം. ഒരു ചെറു പ്രായത്തിൽ ഈ മഹാൻ ഖുർആൻ പാരായണം കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ട് മഹാനവറുകൾ അത്ഭുതങ്ങൾ തീർക്കുകയാണ്. ഒരു ദുആ ഉണ്ടായിരുന്നല്ലോ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, പടച്ചോനെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ നീ ശക്തിപ്പെടുത്തണേ. രണ്ടാലൊരു ഉമർ ആരാ? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒന്ന് അബൂജഹലാണ്. ഈ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബിന് ഹിദായത്ത് കിട്ടി റളിയല്ലാഹു. എന്നാലും ആ ദുആ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. അബൂജഹലിന് ഒരു ചാൻസ് ഉണ്ടെന്നൊരു തോന്നല്. എന്റെ ഖുർആൻ പാരായണം കൊണ്ട് അബൂജഹലിന്റെ മനസ്സൊന്ന് മാറിയാലോ? കല്ലുപോലത്തെ ഹൃദയമാണല്ലോ ഈ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നന്നാവാ. ഉമർ ഇബ്നുൽ ഖത്താബും ഖുർആൻ പാരായണം കേട്ടിട്ടാണ് റളിയല്ലാഹു അൻഹു നന്നായത്. അപ്പൊ അബൂജഹലിനൊന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ എന്ത് ചെയ്തു? ഇസ്തഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്മിഅ ഖുറൈശൻ സൂറത്തുർ റഹ്മാനി വഹും ജുലൂസുൻ ഹൗലൽ കഅബ, കഅബ ശരീഫിന്റെ മുറ്റത്ത് വട്ടമിട്ടിരിക്കുന്ന ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ കേൾക്കത്തക്ക വിധത്തിൽ സൂറത്തുർ റഹ്മാനിന്റെ ആദ്യ ഭാഗം ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ എന്ന് പൊന്നുമോൻ ചെറിയ പ്രായത്തിൽ വന്നുകൊണ്ട് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്. ആര്? ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങള് ഹബീബാനുവാദം കൊടുത്തു. അങ്ങനെ മഹാനവറുകൾ ചെന്ന് മഖാം ഇബ്രാഹിമിന്റെ വാതുക്ക നിന്നിട്ട് അർറഹ്മാനിലെ ഏതാനും ആയത്തുകൾ ഓതിയപ്പോ അബൂജഹലിന്റെ കൂടെ കൂടിയിരിക്കുന്ന ഇബ്ലീസ് അബൂജഹലിനെ അങ്ങോട്ട് ചൊടിപ്പിച്ചു. അബൂജഹൽ അങ്ങ് വന്നിട്ട് അയാളുടെ ആ പരിപരുത്ത വലിയ കൈ വെച്ചിട്ട് ഈ പൊന്നുമോൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിക്കുറ്റി നോക്കി ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു. ചെവി അങ്ങ് പൊട്ടിയിട്ട് അങ്ങോട്ട് ചോര ഒഴുകാൻ തുടങ്ങി. ചെവി പൊട്ടിയ ആ ചെവിയുടെ ഹോളിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോര ആ രക്തത്തെ വിരലുകൊണ്ട് അമർത്തിപ്പിടിച്ച് അടക്കിപ്പിടിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് അങ്ങ് കരഞ്ഞിട്ട് പറയാണ്, നബിയെ അബൂജഹൽ എന്നെ അടിച്ചു, എന്റെ കാത് പൊട്ടിച്ച് ചോര വരുന്നു. ഹബീബിന്റെ മുഖം വാടി വല്ലാത്ത സങ്കടം തോന്നി പൊന്നുമോനെ തല്ലിയതിൽ. ആ സമയം ഹബീബിന്റെ സന്നിധാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. ജിബ്രീൽ ഇത് കേൾക്കുകയാണ്. വയൽഹഖു, ജിബ്രീൽ ചിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലെ, എന്താ നീ ചിരിച്ചത്? ജിബ്രീൽ പറഞ്ഞു, നബിയേ, ഞാൻ ചിരിച്ചതിന്റെ രഹസ്യം തഅരിഫു സിർറഹു ഫീമാ ബഅദു, പിന്നീട് അങ്ങേക്ക് അറിയാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് എത്തുകയാണ്. കാലം പലത് കഴിഞ്ഞ് ബദറിൽ പങ്കെടുത്ത മഹാനവറുകൾ അബൂജഹലിന്റെ കൊലപാതകത്തിൽ പങ്കാളിയായി. മഹാനവറുകൾ അബൂജഹലിന്റെ ശിരസ് അറുത്തെടുത്തു കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് വഹിച്ചു കൊണ്ടുവരാൻ കഴിയാതെ വലിച്ചു കൊണ്ടുവരുന്നു. എങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നു? അബൂജഹലിന്റെ അറുത്തെടുത്ത ശിരസിൽ ചെവിയിൽ ഒരു ചെവിയിലൂടെ കയറ് കോർത്ത് മറ്റേ ചെവിയും തുളച്ച് അതിലൂടെ കയറ് കോർത്ത് വലിച്ച് ചെവിക്ക് ദ്വാരമിട്ട് ഒരു ചെവിയിലൂടെ കോർത്തത് മറ്റേ ചെവിയിലൂടെ വലിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ ഹദറത്തിലേക്ക് അബൂജഹലിന്റെ ശിരസുമായി വരാം. എന്നിട്ടോ വിളിച്ചു പറയാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളുടെ നേതാവിന്റെ ശിരസുമായ ഞാൻ വരുന്നത് എന്ന് മഹാനവറുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അകലേന്ന് വരുമ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോൾ അവിടെ എത്തിപ്പെടുകയും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഹാദാ സിർറു മാ ലഹിഖ്തു,
ഹീന ലറബ അബൂ ജഹ്ലിൻ ഫീ വജ്ഹിഹി വകസ്സറ ഉദ്നഹു. അബൂ ജഹൽ പണ്ട് ചെവിക്കടിച്ച് രക്തം വരും വിധം ചെവി പൊട്ടിച്ച അന്ന് ഞാൻ അങ്ങയുടെ ഹളറത്തിൽ വെച്ച് ചിരിച്ചില്ലേ, അതിന്റെ രഹസ്യമാണ് ഈ കാണുന്ന കാഴ്ച. നബിയേ ഫൽ ഉദ്നു ബിൽ ഉദ്നി. അബൂ ജഹൽ ഒരു ചെവിക്കടിച്ച് പൊട്ടിച്ചതിന് നബിയെ ഒരു ചെവിക്ക് പകരം 2 ചെവി എന്ന രീതിയിൽ അള്ളാഹു പകരം വീട്ടാൻ അവസരം കൊടുത്തു. തല അധികവും കൊടുത്തു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ പാരായണത്തിന്റെ ഇമ്പമാർന്ന ഈണത്തിന്റെ ഉടമ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് സർവ്വ പിന്തുണയും കൊടുത്തു. അബൂജഹലിന്റെ കടുപ്പമുള്ള മനസ്സുപോലും ഇളക്കാൻ പാരായണം കൊണ്ട് കഴിയുമോ എന്ന് പരീക്ഷിച്ചോടുത്ത് ഒരു സ്വഹാബിയെ പ്രശംസിച്ചുകൊണ്ടാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വരവ് പോലും. അപ്പൊ നമ്മുടെ മനസ്സ് നന്നാവണം, നമ്മുടെ മനസ്സിന്റെ പാപക്കറ പോകണം. അതിന് ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പാരായണം കേൾക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്ക തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അള്ളാഹുവെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അന്ത്യം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ അറിവിലും അമലിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها السلام واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.